ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും കേരള ബ്രദേഴ്സിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് പേര് സ്നേഹിക്കുന്നു, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്ന് വയ്യാതായപ്പോഴത്തേക്ക് എത്ര പേരാണ് സത്യത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തതെന്നറിയോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി ആൾക്കാർ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നെ മാത്രമല്ല, നാസീനെ വരെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു പോയിച്ചു. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മളെന്തായാലും പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം MRIയുടെ റിസൾട്ട് വന്നായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഡോക്ടറെ കാണിച്ചപ്പോൾ MRIക്കകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. എന്നുവെച്ചാൽ MRIക്കകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ മൂക്കിന് ചെറിയൊരു വളവുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് MRIക്കകത്ത് കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയാണ്. അപ്പോൾ ആളിന് 1.5 മാസമായിട്ട് ഉറക്കമില്ലാതെ ഉള്ള കാര്യം ഉറക്കമില്ലാനുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഉറങ്ങാതിരുന്നതിനകത്ത് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വന്നതാണെന്ന് അവർ പറഞ്ഞത്. ഡിപ്രഷനും കാര്യങ്ങളും ആളിന് BP ഒക്കെ ഇടയ്ക്ക് വെച്ച് ഹൈ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രീതി വന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ആരെങ്കിലും കണ്ടെന്ന് എന്നുവെച്ചാൽ സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ വേറെ ഒരു ഒപ്പീനിയൻ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചേ. എനിക്ക് ഇപ്പം നമ്മൾ ECG MRI എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു സൈനറ്റൈസോ എന്ന് വെച്ചാൽ ഈ കഫത്തിൻ്റെ കുറച്ച് പ്രശ്നം അതിൻ്റെ അതുണ്ടെന്ന് ഇതിനകത്ത് പറഞ്ഞു. പിന്നെ മറ്റേ ബ്ലഡിനകത്ത് ഓൾറെഡി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം കൂടെ കയറിയിട്ട് വരുന്നതാണ് ഡോക്ടർ ബുദ്ധിമുട്ട് കൂടിയതായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് MRI ഒക്കെ കുഴപ്പമില്ല. നമ്മളെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നമ്മൾ വെച്ച് താമസിപ്പിച്ചില്ല. MRI ഒക്കെ കണ്ടില്ലേ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ഒരു കാര്യം, പിന്നെ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ അല്ലാതെ ചുമ്മാ കാണിച്ചത്. എന്താ ഇത് കണ്ടില്ലേ, ഡേറ്റ്, എൻ്റെ പേരുണ്ട്, സെബാസ്റ്റ്യൻ പേര്, MRI ബ്രെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെ പേരുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പകുതി പൈസക്ക് എടുക്കാമായിരുന്നു. പക്ഷെ നമുക്കൊരു ടെൻഷൻ കിടക്കുന്നുണ്ട്. എമർജൻസി ആയിട്ട് നമ്മൾ വെച്ച് താമസിപ്പിച്ചില്ല. അതുകൊണ്ട് പൈസ പോയാലും വേണ്ടിയില്ല, കുഴപ്പമില്ല എന്നും പറഞ്ഞ് എടുത്തയാ. പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാത്തിൻ്റെ റിസൾട്ട് ഉണ്ട്. നമ്മൾ റീച്ചിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ അതുപോലെ തന്നെ നമ്മളടുത്ത് വിളിച്ചിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചവരടുത്ത് പോലും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയോ റീച്ചിന് വേണ്ടിയോ ഒന്നും ചെയ്തില്ല. ഇതേപോലുള്ള നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വന്നത്. ഒന്നും വരുത്താതിരിക്കട്ടെ. കാരണം വെച്ചാൽ നമുക്കൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും ഇപ്പം എവിടെല്ലാം ആളുകൾ ചോദിക്കുന്നത്. ഇവനെന്ന് പറഞ്ഞാൽ ഇവന്റെ കുഞ്ഞിന്റെ ഒരു കാര്യം വന്നപ്പോൾ ചോദിച്ചതിന്റെ പേരിൽ ഇപ്പോഴും ഒരു അശ്വതിക്കോ അല്ലെങ്കിൽ ഇവനോ എന്തെങ്കിലും ഒന്ന് വയ്യാന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇനി അടുത്ത പൈസ ചോദിക്കാൻ വന്നതാണ്. നമ്മളെന്ന് വെച്ചാൽ അന്നത്തെ നിലനിൽപ്പിന്റെ അന്നത്തെ ആ സാഹചര്യത്തില് അതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് ബുദ്ധിമുട്ടാണ്. ഒരു രാത്രി 12 മണിയാകുമ്പോൾ നമുക്കൊരു സർജറി വേണം, ഇത്ര രൂപ ചിലവാകും എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായിരിക്കും നമ്മൾ ആശ്രയിക്കുക, എന്തിനാണോ പറ്റുന്നത് അതിനെ നമ്മൾ ആശ്രയിക്കത്തുള്ളൂ. അങ്ങനെ ഒന്ന് ആശ്രയിച്ചാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. ഞാനും മിനുവൊക്കെ ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് വരുന്നവരാ ചെറുപ്പം മുതൽ. കാരണം വെച്ചാൽ വീടിന് വേണ്ടിയിട്ടായാലും ഒക്കെ നമ്മളൊന്നും അല്ലാതെ വലിയ സമ്പാദിച്ചിട്ട് വരുന്നവരൊന്നുമില്ല. നമ്മൾക്ക് അറിയാമല്ലോ. എനിക്കിപ്പോൾ ഈ ഉറക്കമില്ലാതായത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ ഡോറയുടെ ആണെങ്കിലും ഗബ്രൂട്ടൻ്റെ ആണെങ്കിലും ഓരോ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമുക്ക് ലൈഫിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെയാണ് എനിക്ക് കൂടുതലും ടെൻഷൻസൊക്കെ വന്നിട്ട് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയ ഡിപ്രഷനും കാര്യങ്ങളുണ്ട്. അന്ന് തന്നെ കുറേ ആൾക്കാർ കളിയാക്കി അത് ഡിപ്രഷനുള്ള ആളിങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധമുണ്ട്. ഡിപ്രഷൻ ഉണ്ട് ഇവന്. കാരണം വെച്ചാൽ ഇവൻ ഉറങ്ങാൻ 10 മണിക്ക് മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് ഇരുന്നാൽ ഇവന് 12:30-1 മണിയാകുമ്പോൾ ഉറങ്ങുന്നത്, പിന്നെ 5 മണിക്ക് ഇരിക്കുന്നത്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉറങ്ങുന്നില്ല. ഇടയ്ക്ക് ബോധം ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട്. നമ്മൾ കുറഞ്ഞത് ഒരു 6 മണിക്കൂർ നമുക്ക് ഓർമ്മയില്ല. അതായത് നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, ഇടയ്ക്ക് ഓർമ്മയില്ല, അത് ഉണരാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ഒരു ദിവസം ഉറങ്ങാതെ പിറ്റേന്ന് നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ അറിയാലോ ഒരു ഭാരമായിരിക്കും. ഇപ്പോൾ ഇവനെ സംബന്ധിച്ച് അത് 1.5 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയി ആയിരുന്നു. അപ്പം നമുക്ക് പിറ്റേന്ന് എന്നുവെച്ചാൽ വീട്ടിലെ കാര്യങ്ങളായാലും നമ്മുടെ ബ്രെയിൻ അതോടെ ആ ലോഡ് എടുക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് സംഭവിച്ചതാണ്. പക്ഷെ അത് വേറൊരു രീതിയിലായി പോയി വന്നത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇരുന്ന് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം എന്തൊക്കെ സംഭവിച്ചെന്ന് തിരക്കി. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തലയുടെ MRI എടുക്കാൻ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്ന് നമുക്ക് കാര്യങ്ങൾ തിരക്കി അറിഞ്ഞ് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. കാരണം വെച്ചാൽ നമുക്കൊരു സമാധാനമായി ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ. എനിക്ക് ഓർമ്മക്കുറവ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യും ഓരോടത്ത് നമ്മൾ യൂട്യൂബിലും. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഈ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് ചെക്ക് ചെയ്ത്. കാരണം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഈ ഓർമ്മക്കുറവൊക്കെ വേറെ പല അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണിച്ചത്. അപ്പം ഞാൻ ഇവനോട് വിളിച്ചിട്ട് പറയും, എടാ അതാണോ ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും.
വെച്ചിട്ട് ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. അല്ല നമുക്ക് ഇപ്പോൾ ഓൾറെഡി ബുദ്ധിമുട്ട് വരും. ഇപ്പം ഇവന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ സമയങ്ങളല്ല ഇവന് BP 170 പോയി, 180 പോയി, 150 വന്നു, 140 വന്നു, 210 ഇതെല്ലാം വന്നേ. ഈ സമയത്ത് ശരീരമൊക്കെ വീർത്ത് വരികയും ചെയ്യുന്നുണ്ട്, ഉറക്കമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയപ്പോഴും നോർമലാണ്. വെച്ചാൽ ഉറക്കം കിട്ടി വരുമ്പോൾ കുഴപ്പമില്ല, എന്നുവെച്ചാൽ ശരീരം റിലാക്സ് ആവുമ്പോൾ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ട് കേട്ടിരുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണാം. നമ്മളത് ആലോചിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനായിരിക്കും നമുക്ക്. ഇനി സത്യം പറയാം, എല്ലാവരും ചോദിക്കും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അങ്ങനെ എന്താ പറയുന്നത്, ഓവർ ടെൻഷനായിട്ടൊന്നും പറയാനില്ല. പക്ഷെ എങ്കിലും സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഞാൻ ഇവനോട് പറയാം, എന്തൊക്കെയോ എനിക്ക് വിഷമമുണ്ടോ, എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. അതൊക്കെ ഞാൻ ഇവനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ മെൻ്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും ഇവനോട് പറയുന്നൊരു കാര്യം. അപ്പം ഞാൻ തന്നെ ഇവനോട് ഇടയ്ക്ക് പറയും എനിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവ എന്നെ ചീത്ത വിളിക്കും, ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഡോക്ടർ അത് കാരണം ഇവന് അന്ന് തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ആദ്യം 6 മണിക്കൂർ നേരം എനിക്ക് മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിങ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം അന്ന് തൊട്ട് ഞാൻ അതുമായിട്ട് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മാറ്റം വന്നു. 6 മണിക്കൂർ നേരം ഉറക്കാം, അല്ലെങ്കിൽ രാത്രി ഒരു 10 മണിക്കെങ്കിലും ഫോൺ വെച്ചിട്ട് സുഖമായിട്ടിരുന്ന് ഉറങ്ങും. പക്ഷേ ഇവന് ആദ്യമൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇവന് ശ്രദ്ധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തും കുഴപ്പമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീഡിയോ നമ്മുടെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ അല്ലേ. അപ്പം കൂടുതലും എഡിറ്റ് ചെയ്യുന്നത് ബിനോയ് ആയിരുന്നു. കാരണം വെച്ചാൽ ബിനോയ് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ജോലിയല്ല, അതുപോലെ ബിനോയ് രാത്രി ഇരിക്കുമായിരുന്നു എഡിറ്റ് ചെയ്യാൻ. ആദ്യമൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ സ്റ്റോറി എഴുതുന്നത് രാത്രി എന്ന് വെച്ചാൽ കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞ് അശ്വതിക്ക് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അശ്വതി അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവൻ്റെ അടുത്തായിരിക്കും കുഞ്ഞെപ്പോഴും. അപ്പം എഴുതുന്നത് രാത്രിയിലോട്ട് മാറിയപ്പോൾ ഉറക്കം സ്വാഭാവികമായിട്ട് കുറഞ്ഞു വന്നു. പിന്നെ ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിം ഞാനായിട്ട് പറഞ്ഞു ഇപ്പോഴും നമുക്ക് എന്തായാലും കുറച്ച് നാളത്തേക്ക് ചവിട്ടി നിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറണം. നമ്മളെല്ലാം ഇപ്പം അക്കൗണ്ട് റീച്ച് ആവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്തിനെ ബാധിക്കും നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ. പക്ഷേ ആൾക്ക് അപ്പോഴത്തേക്ക് ഉറക്കം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ തൊട്ട് ഉറക്കം കിട്ടുന്നില്ല. അത് ചെയ്യാതിരുന്നാലും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു എന്തോന്നി വരുന്നില്ല, വീണ്ടും പഴയ ഒരു ഉറക്കത്തിലോട്ട് വരുന്നില്ല. ഇത് 10 മണിക്ക് എങ്ങനെയൊക്കെ കിടന്നാലും 5, 2:30, 12 ആ സമയത്തൊക്കെയാണ് ഉറക്കം വരുന്നത്. ഉറക്കൂളിയ ഞാൻ ഈ പ്രശ്നം വന്നിട്ട് നമ്മൾ ഉറക്കൂളിയ മേടിച്ച് കഴിച്ചു. അതായത് ഡോക്ടറെ കണ്ടിട്ട് കഴിച്ചാൽ വെറുതെ അല്ല കേട്ടോ, ഡോക്ടറെ കണ്ട് ഡോക്ടർ തന്ന മെഡിസിൻ കഴിച്ചിട്ട് പോലും എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ 1:30-2 മണി വരെ അത് കഴിച്ചിട്ടും ഇരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ദിവസം അടുപ്പിച്ച് വൈൻ കുടിച്ചു. അപ്പം ആ വൈൻ്റെ മയക്കത്തിൽ കുറച്ച് കിടന്ന് ഉറങ്ങുമെന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് ഒരു ഉറക്കത്തിലോട്ട് ഞാൻ അന്നേരവും പോയില്ലായിരുന്നു. പക്ഷേ ഇത്രയും സീനാവും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മൊബൈലൊക്കെ തന്നെ പോലെ തന്നെ നമ്മുടെ ബ്രെയിനും, കാരണം വെച്ചാൽ നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ 1.5 മാസമായിട്ട് ഇങ്ങനത്തെ രീതി കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് വന്നപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലോട്ടാണ് വന്നത്. അതുമല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഡോറയുടെയും കുഞ്ഞിൻ്റെയൊക്കെ ഇത് വന്നിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെയും കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് ഓൾറെഡി മോൻ്റെ ഹാർട്ടിൻ്റെ ഹോളിൻ്റെ കാര്യം അറിയാമല്ലോ, അവന് ഓൾറെഡി അതിൻ്റെ കാര്യത്തിൽ ടെൻഷനുണ്ട്. പിന്നെ അശ്വതിയുടെയും കാര്യം അറിയാമല്ല. ഇപ്പം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാറി ഒന്നിലോട്ട് പോകുമ്പോൾ അവൻ മെൻ്റലി കുറച്ച് ബാക്കിലോട്ട്, നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് സ്ഥിരമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ കേസ് ഫോളോ ചെയ്ത് പോകുമ്പം നമ്മൾ പുറകോട്ട് വരും. ആ ഒരു എന്തോന്നാണ് സംഭവിച്ചത്. എന്തായാലും തിരിച്ചു വരും. കുറേ ആൾക്കാരല്ല, ചില ആൾക്കാർ. പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ പ്രാർത്ഥന പോലെ മാത്രമല്ല, നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പ്രാർത്ഥിച്ചവർക്ക്. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പോയി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറേ പരതിയ സമയത്ത് എൻ്റെ സിംറ്റംസ് വെച്ചിട്ട് നോക്കിയപ്പോൾ വേറെ പല അസുഖങ്ങളാണ് കാണിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യം പോലെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു എൻ്റെ അഹങ്കാരം, എൻ്റെ ഇതുകൊണ്ട് ഞാൻ ഇനിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങത്തില്ല, ഇനിയും ഈ ഹോസ്പിറ്റലിൽ കിടക്കത്തേ ഉള്ളൂ. ദൈവം സഹായിച്ച് എന്തായാലും ഒരു അസുഖമില്ലെന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലല്ല, ഞാൻ വീട്ടിൽ തന്നെ വരും, വീട്ടിൽ തന്നെ നിൽക്കും, ഇനിയും വീഡിയോസും ചെയ്യും. പിന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കും ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ ക്യാരക്ടറാണ് പലർക്കും ഇഷ്ടപ്പെടുന്നത്. പല ആൾക്കാർ എൻ്റെ കൂടെ എൻ്റെ ഈ സ്വഭാവം കണ്ട് ഈ രീതിയിൽ കണ്ടിട്ടാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. ഇവൻ എന്നെ അറിയാം, ഞാൻ ദേഷിക്കും, സങ്കടപ്പെടും, കരയും, എല്ലാം ചെയ്യും. ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്, പിന്നെ ഞങ്ങൾ തമ്മിൽ യോഷിക്കാറുണ്ട്, ഫോൺ വെച്ചിട്ട് പോകാറുണ്ട്, പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇവൻ ഫോൺ ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവൻ ഫോൺ എടുക്കാതിരുന്നു ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. ഞാൻ അമ്മാതിരി വൃത്തിയായിട്ട സ്വഭാവമുള്ളവനായി ഇവൻ. അപ്പോൾ ഇവനെ പോലുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഉള്ളതാണ് എൻ്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ കണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമുള്ളൂ. കാരണം ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ വന്ന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളായാലും പറഞ്ഞെന്ന് പറഞ്ഞാൽ
നമ്മുടെ ഫോണിനകത്താലും എല്ലാവരുടെയും കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ല. പിന്നെ എല്ലാവരുടെ അടുത്തും നമുക്ക് അറിയിക്കാനുള്ള ഒരു മാർഗ്ഗം അങ്ങനെ ഉള്ളൂ. പലരും ചോദിക്കുന്നത് പലരും ഇൻസ്റ്റയ്ക്കകത്ത് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു അശ്വതി എടുത്ത് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ പറയുമ്പോൾ വേറെയും പിന്നെ അറിഞ്ഞു വരുന്നവരുണ്ട്. അന്നേരം നമ്മൾ ആകെ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് പേര്, ഫാമിലി ആയിട്ടായാലും എല്ലാവരും ഇഷ്ടംപോലെ പേര്. അങ്ങനെ ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളൊരു പിരിവോ കാര്യങ്ങളോ ചോദിച്ച് വന്നില്ല. പിന്നെ അങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ അങ്ങേയറ്റമില്ല. സ്വന്തം യൂട്യൂബിലൊക്കെ ബിനോയുടെ നമ്പറുണ്ട്, സ്വന്തമായിട്ട് നമ്പറുള്ള ആ നമ്പർ എടുത്തിട്ട് ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പോലും ഈ കമൻ്റ് ഇടുന്നവരുണ്ടല്ലോ, വിളിച്ചിട്ട് പോലും പറയാൻ നട്ടലില്ല. കാരണം വെച്ചാൽ എവിടെയോ ഫേക്ക് ഐ ഡി എടുത്ത് എവിടെയോ ഇരുന്ന് സംസാരിക്കുന്ന കുറേ എണ്ണം. അത് ഒരാളാണോ പല ആളാണോ എന്നുള്ള കാര്യത്തിലുള്ളൂ നമുക്ക് ഡൗട്ട്. വൈകാതെ കൈ കിട്ടും. കേസ് കൊടുത്തപ്പോഴത്തേക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോയ മഹാന്മാരുണ്ട് കേട്ടോ. കേസ് കൊടുത്തപ്പോൾ അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോയി കഴിഞ്ഞാൽ പൊക്കാൻ പറ്റത്തില്ലെന്ന് അവർ വിചാരം. കേസ് കൊടുത്തപ്പോൾ ഇവരെന്തൊരു മണ്ടന്മാരാ. അത്രയ്ക്ക് നട്ടലിന് ഉറപ്പേ ഉള്ളൂ ഇവർക്കൊക്കെ. എവിടെയോ ഇരുന്ന് വായ്ത്താളം അടിക്കുന്ന കുറേ എണ്ണം. അത് നമ്മൾ മറുപടി കൊടുക്കാൻ അറിയാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ട രീതി. പക്ഷെ നമുക്കൊരു മര്യാദ ഉണ്ട്. അവർക്ക് അവരുടെ രീതിയിൽ മറുപടി കൊടുത്താൽ അവരെക്കാട്ടി തരണ്ടാകുന്ന രീതിയായി പോകും നമ്മൾ. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ ഫാമിലി ആളുകളും കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് ഫോൺ വിളിച്ച് അവൻ പറഞ്ഞു നോക്കട്ടെ, അവന് പിന്നെ ഒരു വട്ടം ഇങ്ങോട്ട് വിളിക്കത്തില്ല. അവൻ പറയാൻ അവൻ്റെ നാക്ക് വാങ്ങാത്ത രീതിയിലുള്ള മറുപടി നമ്മൾ കൊടുക്കും. സത്യത്തിൽ നമ്മളാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഈ വയ്യാതായ സമയത്ത് നമ്മളെയാണെങ്കിൽ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തായിരുന്നു. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട രീതിയിൽ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊക്കെ കണ്ട് നമുക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആണാന്നോ പെണ്ണാന്നോ പറയത്തില്ല. അതൊക്കെ വെറും നട്ടലിനും ഒരു ഉറപ്പുമില്ലാത്ത ധൈര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് പറ്റിയത്. കാരണം വെച്ചാൽ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ, എന്തെങ്കിലും ചെയ്ത് സംസാരിക്കാൻ വീഡിയോ കോളിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റയ്ക്കകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്ന് നേരിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് നിനക്ക് പേടിയാ. കണ്ടുപിടിക്കും. ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കും. അതുകൊണ്ട് ഒന്നും ടെസ്റ്റ് ചെയ്തതിനകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം വെച്ചാൽ MRI എടുത്തപ്പോൾ നമുക്ക് ഇന്നലെ വൈകിട്ട് 2:30-3 മണിക്കുള്ളിൽ MRI എടുത്താൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് റിസൾട്ട് തരാനാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡേറ്റിന് തന്നെ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. എന്തായാലും കുറച്ച് ദിവസം കൂടി ഒന്ന് നല്ലോണം ഉറങ്ങിയിട്ട് കൗൺസിലിങ്ങിന് പോകാൻ വിചാരിച്ചു. കൗൺസിലിംഗ് ആണ് ഉദ്ദേശിച്ചത്. അതെന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിസ്റ്റിന് ഒരു കൗൺസിലിംഗ് വേണം അത്യാവശ്യം. അതാണ് ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ ഇത് ആ രീതിയിലുള്ള ഉറക്കമില്ലായ്മയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം പറയുമ്പോൾ. ഇതെന്ന് വെച്ചാൽ സാധാ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല. ഒരു കൗൺസിലിംഗ് അത്യാവശ്യം സൈക്കാട്രിസ്റ്റിൻ്റെ. അപ്പോൾ ഒന്ന് അവനൊരു 3-4 ദിവസം ഒന്ന് ഉറങ്ങി നോക്കട്ടെ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം ഉടനെ പോയി കൗൺസിലിംഗ് അങ്ങോട്ട് എടുക്കണ്ട. കാരണം വെച്ചാൽ നാളെ സൺഡേ, മറ്റന്നാൾ റിപ്പബ്ലിക് ഡേ, അതിൻ്റെയൊക്കെ അവധിയുണ്ട് കേട്ടോ. എന്നാൽ അതിനൊന്നും ഇല്ല ഡോക്ടേഴ്സ്. അപ്പോൾ പ്രാർത്ഥിക്കുകയും കൂടെ നിന്നേം ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന് വെച്ചാൽ ഒരുപാട് നന്ദി. ഇനിയും തുടർന്നുള്ള ഓരോ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഇനിയും ഇതിനെല്ലാം നിങ്ങൾ വേണം ഞങ്ങളുടെ ഒപ്പം. അതെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.